ബേബി പ്രോഡക്ട്സിനൊക്കെ ഇത്രയും പൈസ ഇപ്പോഴാണ് പാരന്റ്സ് ആയത്. സോ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും. ബേബിക്ക് അത് യൂസ് ചെയ്യും, ആ നല്ല പ്രോഡക്റ്റ് പോലും എന്റെ മോന് ചെയ്യുന്നുണ്ടായിരുന്നു. വരുന്നൊരു കിൽറ്റാണ്, ഇത് കൊള്ളായിരിക്കോ അല്ലെങ്കിൽ ഇത് വേണോ. അവരുടെ ബാത്തിങ്ങില് ഞാൻ യൂസ് ചെയ്യുന്നത് ജെന്റിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ണിക്കുട്ടനെ യൂസ് ചെയ്ത ചില ബേബി പ്രോഡക്ട്സിനെ പറ്റി പറയാൻ പോവാണ്. കുറച്ച് ബ്രീഫായിട്ട് സിൻസ് ബർത്ത് ടു ഇപ്പോൾ 9 മാസമായി അവന്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ പറയാൻ പോവാണ്. ആൻഡ് ഇപ്പൊ കറന്റ് എന്താണ് അവന് യൂസ് ചെയ്യുന്നത് കൂടെ ഞാൻ പറയാൻ പോവാണ് കേട്ടോ ഈ വീഡിയോക്കകത്ത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ആൻഡ് എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം ന്യൂ പാരന്റ്സിനോടാണ്. കാരണം നമ്മൾ ഇപ്പോഴാണ് പാരന്റ്സ് ആയത്. സോ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും. ബേബിക്ക് അത് യൂസ് ചെയ്യും, ബേബിക്ക് ഇത് യൂസ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം മാത്രം, നിങ്ങൾക്ക് എന്താണോ കറക്റ്റ് എന്ന് തോന്നുന്നു മാത്രം ചെയ്യുക. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ പറ്റി അറിയുള്ളൂ. അപ്പൊ എന്താണോ കുട്ടിക്ക് സൂട്ട് ആവുക അത് മാത്രം. സോ ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ബേബി ഓയിൽസ് ആണ് ഞാൻ എൻ്റെ മോന് വേണ്ടി യൂസ് ചെയ്തതെന്നാണ്. സോ അവന് ബർത്തിൽ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇത് കൊക്കോ മമ്മ എന്ന് പറയുന്നൊരു വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇതാണ് ഞാൻ അവന് യൂസ് ചെയ്തത്. ആൻഡ് ചിലപ്പോഴൊക്കെ ഞാൻ ഇപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് ഹെയറിനും ബോഡിക്കും ഒക്കെ. കൊക്കോ മമ്മ ഇതിന്റെ റേറ്റ് വരുന്നത് 290 rupees ആണ്. ഞാൻ ഒരു 3 months ബാക്ക് ആണ് ഈ ഒരു ബേബി മസാജ് ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് യഥാസൂത്രയുടെ ബേബി മസാജ് ഓയിലാണ്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 months ആകുന്നുള്ളൂ. ഇതിന്റെ 3ാമത്തെ ബോട്ടിലാണ്. അപ്പൊ ഇത് ഞാൻ ബേബിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കറന്റ്ലി ഇതാണ് ബോഡിക്ക് യൂസ് ചെയ്യുന്നത്. മറ്റേ കോക്കനട്ട് ഓയിൽ ഞാൻ ഇപ്പൊ ഹെഡിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബോഡിക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. 3 മാസമായിട്ട് ഇത് ഷിഫ്റ്റ് ആക്കിയിട്ട്. അപ്പൊ ഇതും അത്യാവശ്യം കുഴപ്പമില്ല, നൈസ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 599 ആണ്. അതായത് 600 രൂപയാണ് ഒരു ബോട്ടിലിന് ചാർജ് ചെയ്യുന്നത്. ഒരു ആഴ്ചയായിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യാണ് കേട്ടോ. ഈ മദർസ് പാഷന്റെ ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ് ഇത്. ഹെയറിന് വേണ്ടി യൂസ് ചെയ്ത ഒരു ഹെയർ ഓയിലാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 599 ആണ് കേട്ടോ. ഇതും 600 ആണ് റേറ്റ് വരുന്നത്. എന്താ അല്ല ബേബി പ്രോഡക്ട്സിനൊക്കെ ഇത്രയും പൈസയാണ്. അപ്പം ഇതാണ് ഇപ്പം കറന്റ് യൂസ് ചെയ്യുന്ന ബേബിയുടെ ബാത്തിങ്ങില് ഞാൻ യൂസ് ചെയ്യുന്നത് ജെന്റിൽ വാഷ് സെബാമെഡിന്റെ തന്നെ ആയിരുന്നു. ഫ്രം ബർത്ത് ടു ടിൽ നൗ സെബാമെഡിന്റെ തന്നെയാണ്. പക്ഷെ ഇൻ കേസ് തീരുമ്പോഴോ അല്ലെങ്കിൽ സെബാമെഡിന് അല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് ചോയ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് മസ്റ്റല്ലയാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 1350 rupees ആണ് കേട്ടോ. ഇത് 500 ml ആണ് ഇതിനകത്ത് വരുന്നത്. 1350 ആണ് റേറ്റ് വരുന്നത്. ഇതാണ് സെബാമെഡിന്റെ ഷാംപൂ. അപ്പോൾ ഈ ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഫേസിനും ബോഡിക്കും എന്ത് ക്രീമാണ് ലോഷനാണ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈവൻ ജനിച്ചപ്പോൾ ഞാൻ യൂസ് ചെയ്ത സെബാമെഡിന്റെ തന്നെ ആയിരുന്നു. ലോഷനൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സെബാമെഡിന്റെ ഫേഷ്യൽ ക്രീം യൂസ് ചെയ്യുമായിരുന്നു. ഒരു 3 മാസം വരെയൊക്കെ അതാണ് യൂസ് ചെയ്തത്. അതും 1000 എന്തോ റേറ്റ് വരുന്നതാണ്. പക്ഷെ അവന്റെ സ്കിന്നിന് അത് ഒട്ടും സൂട്ടബിൾ ആയിരുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറെ ഹൈപ്പ് പ്രൊഡക്റ്റ് ആണ് അത്. കാരണം മോസ്റ്റ്ലി നമ്മളിപ്പോൾ കറന്റ് കാണുമ്പോൾ ഒക്കെ എല്ലാവരും പറയുന്നത് ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ആ നല്ല പ്രൊഡക്റ്റ് പോലും എൻ്റെ മോന് ചേരുന്നുണ്ടായിരുന്നില്ല. അവർ ഭയങ്കര ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. സ്കിൻ അത് ഇട്ടിട്ട് കൂടിയും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡ്രൈനെസ്. അങ്ങനെ ഞാൻ ഈ സെറ്റാഫില്ലോട്ട് മാറ്റി. സെറ്റാഫില് കലൻഡുല ആദ്യം പ്ലെയിൻ ഉപയോഗിച്ചിട്ട് കുറഞ്ഞില്ല. അങ്ങനെ കലൻഡുല മാറ്റി. കലൻഡുല ഉപയോഗിച്ചിട്ടും കുറഞ്ഞില്ല. അതിന് ശേഷമാണ് ഈ റീസ്റ്റോഡാമിന്റെ യൂസ് ചെയ്തത്. റീസ്റ്റോഡാമിന്റെ റേറ്റ് വരുന്നത് 2561 ആണ്. അപ്പൊ ഇത് ഇട്ടപ്പോഴാണ് സംഭവം ആക്ച്വലി നല്ലപോലെ കുറഞ്ഞത്. അവന്റെ ഡ്രൈനെസ് കംപ്ലീറ്റ്ലി മാറിയത് ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ്. ഇനി ഏത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്? ഡയപ്പർ ഞാൻ ആക്ച്വലി ഒരുപാട് ഡയപ്പേഴ്സ് ഞാൻ യൂസ് ചെയ്ത ഒരാളാണ്. ഞാൻ പാമ്പേഴ്സ് അവന് ജനിച്ചപ്പോൾ ഞാൻ പാമ്പേഴ്സിന്റെ ആ ടേപ്പിംഗ് ന്യൂ ബോണിന്റെ ഇതാണ് ഉപയോഗിച്ചത്. ആക്ച്വലി പാമ്പേഴ്സിന്റെ നല്ലതാണ്, പക്ഷെ ഭയങ്കര കോസ്റ്റ് ആണ്. ഡയപ്പറിന് തന്നെ ഇത്രയും കാശ് മന്ത്ലി ഒക്കെ മുടക്കാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ പാമ്പേഴ്സ് നിർത്തി മാമി പോക്കോയിലോട്ട് മാറ്റി. പക്ഷെ മാമി പോക്കോവും എനിക്ക് എന്തോ ഇവന് പറ്റപ്പോ എനിക്കത് ലീക്കേജിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ ലീക്കേജ് ഉണ്ടായിരുന്നു. പിന്നെ അബ്സോർബിങ് കപ്പാസിറ്റി കുറവായിരുന്നു. മേ ബി ഞാൻ വാങ്ങിച്ചതിന്റെ പ്രശ്നമായിരിക്കാം, അറിയില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ ഉപയോഗിച്ചത് ഇതിന്റെയാണ്, ഹഗീസിന്റെ ആണ് കേട്ടോ. ഹഗീസ് ആണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. ഹഗീസ് ഞാനൊരു 3 മാസം ആയപ്പോൾ ചേഞ്ച് ആക്കിയതാണ് ഹഗീസിലോട്ട്. പിന്നെ ഹഗീസ് ഞാൻ ഇപ്പോഴും കണ്ടിരുന്നത് ഹഗീസിന്റെ റെഡും പിന്നെ ഒരു പച്ച കളറും. പച്ചയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ദിവസമാണെന്ന് തോന്നുന്നു നമ്മൾ ഇതേപോലെ ഫുൾ ഇങ്ങനെ തീർന്നൊരു ദിവസമാണ് ഞാനിങ്ങനെ സെപ്റ്റോയിലാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത്. ഇതുപോലെ കടൽ
കടൽസിന്റെ ഡയപ്പർ, അതാണ് ഞാനൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കടൽസിന്റെ ഡയപ്പറിൽ. അപ്പം അത് ആക്ച്വലി എനിക്ക് കുറച്ചൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തോന്നി. കറന്റ് യൂസ് ചെയ്യുന്ന ഡയപ്പർ ഇതാണ് കേട്ടോ, ഹഗീസിന്റെ ആണ് ഈ ഒരു സാധനം. ഇതാണ് ഞാൻ പറയുന്നത്, നാച്ചുറൽ സോഫ്റ്റ് പ്രീമിയം. ഈ ഒരു സംഭവമാണ്. ഇത് ഞാൻ സൈസ് ലാർജ് ആണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ടോട്ടലി 50 പാൻസ് ഉണ്ട്. റേറ്റ് വരുന്നത് 1299 ആണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഡൈപ്പറിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡൈപ്പേഴ്സും ഹഗീസിന്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി അടുത്തത് ഡൈപ്പർ റാഷ് ക്രീം ഏതാണെന്നാണ്. ഇപ്പം അവന് യൂസ് ചെയ്യുന്നത് ഫ്രം ബർത്ത് ടു നൗ യൂസ് ചെയ്യുന്നത് ടെഡിബാറിൻ്റെ ആണ് ഈ ഡൈപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ അയക്കുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് സ്പെസിഫിക്കായിട്ട് ചെയ്യണമെങ്കിൽ പോലും. സോ പ്ലീസ് ലെറ്റ് മീ നോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ബൈ ബൈ.